ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഷിനാസ് വ്ലോഗിൻ്റെ പുതുപുത്തൻ വീഡിയോയിലോട്ട് സ്വാഗതം. അവിടെ ഈ ഭാഗത്ത് കണ്ടില്ലേ, കുറ്റിപ്പുറം ഭാഗത്ത് ആദ്യം ഒരു മെർജിങ് പോയിൻറ്റോ അല്ലെങ്കിൽ മെർജിങ് പോയിൻറ്റിന് സമാനമായ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല, ആക്സസ് ഉണ്ടായിരുന്നില്ല. പ്രധാനപ്പെട്ട കുറ്റിപ്പുറം ഉണ്ടാകുന്ന ഒരു ആക്സസ് ഇല്ലാതെയായിരുന്നു ദേശീയപാത 66-ൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരുന്നത്. പിന്നീട് ഇവിടുത്തെ കച്ചവടക്കാരുടെയും അതുപോലെ തന്നെ വർത്തകരുടെയും കഠിന പ്രയത്നത്തിനൊടുവിൽ ഇവർക്ക് അങ്ങനെ ഒരു മെർജിങ് പോയിൻ്റ് കിട്ടി. മെർജിങ് പോയിൻ്റ് എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ഒരു റാം മോഡൽ എൻട്രി എക്സിറ്റ് കിട്ടിയിരിക്കുകയാണ് കേട്ടോ. അതായത് കണ്ടില്ലേ, ഇത് ഈ സർവീസ് റോഡിലോട്ട് അതായത് ആ ഒരു നമ്മുടെ നിലവിലത്തെ പാലം കഴിഞ്ഞ പാട്, അതായത് കോഴിക്കോട് ഭാഗത്തു നിന്ന് തൃശ്ശൂർ ഭാഗത്തോട്ട് ചാവക്കാട് ഭാഗത്തോട്ട് പോകുമ്പോൾ പാലം കഴിഞ്ഞ് ROB കഴിഞ്ഞ പാട് ഇടത്തെ ഭാഗത്തോട്ട് നമ്മുടെ കണ്ണൂർ തലശ്ശേരി ബൈപ്പാസിലുള്ള പോലത്തെ എൻട്രി എക്സിറ്റുകളാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു ഭാഗത്ത് എത്തുമ്പോഴേക്കും അവിടെ ക്രാഷ് ബാരിയർ വളരെയധികം താഴ്ന്നിട്ടായിരിക്കും. അതുപോലെ തന്നെ കുറ്റിപ്പുറത്തുള്ളവർക്ക് നമ്മുടെ കോഴിക്കോട് ഭാഗത്തോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് റാമ്പിലൂടെ കറക്റ്റായിട്ട് കയറിയാൽ നമ്മുടെ പുതിയ ഹൈവേയിലോട്ട് ആക്സസ് ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ ഇപ്പോൾ അവർക്ക് മണ്ണിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഏറെക്കുറെ തീർന്നിട്ടുണ്ട്. നിലവിൽ അവർ പടിഞ്ഞാറങ്ങാടി, അതുപോലെ തന്നെ ആനക്കര, പിന്നെ പട്ടാമ്പി, അതുപോലെ തന്നെ നമ്മുടെ മൂർക്കനാട് ഭാഗങ്ങളിലൊക്കെ തന്നെ മൂർക്കനാട് ഭാഗത്തുനിന്ന് മണ്ണെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പല ഭാഗത്തും മണ്ണെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫയലുകളൊക്കെ തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. അതായത് ഓൺ ഗോയിങ് ആണ് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ അത്തരത്തിൽ സ്ഥലങ്ങളുണ്ടെങ്കിൽ എടുക്കാൻ പറ്റുന്ന ഏരിയ ആണെങ്കിൽ അവരുമായിട്ട് കോൺടാക്ട് ചെയ്താൽ അത്യാവശ്യം നല്ലൊരു തുക തന്നെ കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഭാഗത്ത് മറ്റ് പരിപാടികൾക്കൊക്കെ തന്നെ ചെയ്യാൻ സാധിക്കും. ഈ ഒരു ഭാഗം മാത്രമാണ് ഇത്തരത്തിലൊരു വർക്ക് നടക്കാത്തതുപോലെ ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു പൊന്ത കെട്ടിക്കഴിഞ്ഞാൽ ഇരു ഭാഗത്തും നല്ല രീതിയിൽ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകളൊക്കെ തന്നെ ആരംഭിച്ചു തുടങ്ങി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പിന്നെ 900 ലക്ഷം ടൺ മണ്ണ് കിട്ടിയാൽ അവർ പണികളൊക്കെ തന്നെ അവർ തീർക്കും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അടിപൊളിയായിട്ട് അവർ പറഞ്ഞ ഡേറ്റിനുള്ളിൽ തന്നെ ഈ 900 ലക്ഷം ടൺ മണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ പണികളൊക്കെ തന്നെ എത്രയും വേഗത്തിൽ തീർക്കാൻ പറ്റും എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. ഇതാണ് മക്കളെ ദേശീയപാതയുടെ പരിധി. ഈ കാടം കേട്ടോ, ഈ കാടൊന്ന് കടന്നാൽ നമുക്ക് കാണാം നമ്മുടെ ROB. നമ്മൾ ഇവിടെ ഇത്തരത്തിൽ മണ്ണിൻ്റെ പതിര് വേസ്റ്റ് ആദ്യം തന്നെ ആരൊക്കെ തട്ടിയിട്ടിട്ട് എന്തായാലും നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ റോഡ് റെഡിയാക്കാനുള്ള എല്ലാ പരിപാടികളും ക്ലിയർ ആക്കിയിട്ടുണ്ടല്ലോ. അതെന്തായാലും നല്ല കാര്യം കേട്ടോ. എന്തായാലും നിലവിലത്തെ പാലം ബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്തായാലും നിലവിലത്തെ പാലം പൊളിച്ച് പണിയുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ പുതുവന്നാനി പാലവും ബലപ്പെടുത്തുകയാണ്. നമ്മുടെ കനോലി കനാൽ പഴയ പാലവും ബലപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. കേട്ടില്ലേ, ഈ ഭാഗത്തൊക്കെ തന്നെ പണികൾ പടാപ്പെട്ട് നടക്കുന്നുണ്ട്. നല്ല ദ്രുതഗതിയിൽ തന്നെ ഇവിടുത്തെ റോഡിൻ്റെ കച്ചറകളൊക്കെ മാറ്റി നല്ല റോഡ് ആക്കി കൊടുക്കാനുള്ള പ്രയത്നത്തിലാണ് നമ്മുടെ KNRCLൻ്റെ ചുണക്കുട്ടികൾ കേട്ടോ. ഈ ഒരു സൈഡിലൊക്കെ തന്നെ മണ്ണിട്ട് ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വരുന്ന അവിടെ ആർച്ച് ഗർഡർ, ബൂസ്റ്ററിങ് ഗർഡർ എന്നാണ് ഇതിന് പറയുന്നത് കേട്ടോ. എന്തായാലും ഇപ്രാവശ്യം വന്നപ്പോൾ എനിക്ക് ട്രെയിൻ കാണാൻ സാധിച്ചില്ല. ആദ്യം ഇത്തരത്തിൽ നമ്മൾ വരുന്ന ടൈമിൽ ട്രെയിനിൻ്റെ സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ അതെ ഈ ഒരു പിയറിൻ്റെ അവിടുന്ന് ഇതേ ഓപ്പോസിറ്റ് ആ ട്രെയിൻ കടന്നു പോകുന്നതിൻ്റെ അപ്പുറത്തുള്ള പിയറിൻ്റെ അവിടേക്ക് അത്രയും വീതിയിലാണ് ഈ ഒരു ബൂസ്റ്ററിങ് ഗർഡർ എടുത്തു വെക്കാനുള്ളത്. നമ്മൾ പലരുടെയും വിചാരം എന്താണ്, ഒരുപാട് 4, 5, 6 ട്രെയിനുകളൊക്കെ ഉപയോഗിച്ച് ഇതാക്കുന്നുള്ളതല്ലേ. അതിൻ്റെ വെയിറ്റ് എത്രയാണെന്ന് അറിയാമോ? 700 ടൺ ആണ് ആ ഒരു ബൂസ്റ്ററിങ് ഗർഡറിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അതൊരിക്കലും 4-5 ട്രെയിൻ കൊണ്ട് പൊക്കി ഇതിൻ്റെ മുകളിൽ വെക്കാൻ സാധിക്കുന്നതല്ല. ഒരു ദിവസം കൊണ്ട് ഇതിൻ്റെ പണിയും തീരുന്നതല്ല. ഇനി അത് വെക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് തന്നെ അവർക്ക് ഈ ഒരു ഭാഗത്ത് ടെമ്പററി ആയിട്ട് ഒരു കോൺക്രീറ്റ് ബേസൊക്കെ ചെയ്ത് വെക്കേണ്ടതുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ജാക്കി ഉപയോഗിച്ചിട്ട് ലിഫ്റ്റ് ചെയ്ത് പൊക്കും മുകളിലോട്ട്. അത് ഏതാണ്ട് 10 ദിവസത്തെ അടുത്തോളം വരുന്ന ഒരു പ്രവൃത്തിയാണ്. അതിനുശേഷം 5 ദിവസം എടുത്ത് അത് നിലവിലത്തെ ഗർഡറിൻ്റെ ആ ഒരു സൈഡിലോട്ട് നീക്കും. ഈ ഒരു സൈഡിൽ നിന്ന് ഈ സൈഡിലോട്ട് നീക്കും. അതൊരു 5 ദിവസത്തെ പ്രവൃത്തിയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു 5 ദിവസം കൊണ്ട് പെർമിഷൻ കിട്ടിയതിന് ശേഷം ബാക്കി ഇങ്ങോട്ടേക്ക് ഇത് രണ്ടും തമ്മിൽ ജോയിൻ ചെയ്യും കേട്ടോ. അങ്ങനെയാണ് ഈ ഒരു ബൂസ്റ്ററിങ്, ഈ ഒരു ഗർഡർ, ആർച്ച് രൂപത്തിലുള്ള സ്റ്റീൽ ഗർഡർ ഇവിടെ സ്ഥാപിക്കട്ടോ. നമ്മളൊക്കെ പലരും വിചാരിച്ചു ഇതൊക്കെ ഒറ്റ ദിവസം കൊണ്ട് തീരുന്ന പരിപാടിയാണ്. ഞാനടക്കം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല എന്ന് മാത്രം. കാരണം അതിൻ്റെ സത്യാവസ്ഥ അറിയാതെ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് അത്തരത്തിൽ താൽക്കാലികമായിട്ട് ടെമ്പററി ആയിട്ട് അവർക്ക് ഇവിടെ ഒരു കോൺക്രീറ്റ് ബേസ് ഇവരെ പണിത് ഇതാക്കും. കോൺക്രീറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചില്ല. ഇതിൻ്റെ അപ്പുറത്ത് അത്തരത്തിലുള്ള വർക്കുകളൊക്കെ തന്നെ തീർന്നിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഒരാഴ്ച മുമ്പ് വന്നപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ഭാഗത്ത് കോൺക്രീറ്റ് ബേസിന് മുകളിൽ ഇത്തരത്തിൽ കാലുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കാലൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്.
വേണ്ടില്ലേ ആ ഒരു ഭാഗത്തൊക്കെ തന്നെ. ഇതൊക്കെ ടെമ്പററി ആയിട്ടാണ് ഈ ഒരു ബേസ്മെൻറ്റ് വെച്ചിട്ടുള്ളത് കേട്ടോ. അതേ കോൺക്രീറ്റ് ബേസ് ഉണ്ടല്ലേ, ഇത് ടെമ്പററി ആയിട്ടാണ് ഈ ഒരു സംഗതി വെക്കുന്നത്. ഇതിന് ശേഷം ഇത്തരത്തിൽ കാലുകൾ ആ ഒരു ഭാഗത്ത് വെക്കും. എന്നിട്ട് ഈ ഒരു 700 ടൺ ഭാരമുള്ള ഈ ഒരു സാധനം ആദ്യം അവിടെ നിന്നും ലിഫ്റ്റ് ചെയ്ത് 10 ദിവസത്തിനുള്ളിൽ അത് ഏതാണ്ട് ഈ ഒരു ഹൈറ്റിൽ ലെവലിൽ പൊക്കി വെക്കും. പിന്നീട് ഈ ഒരു സൈഡിലോട്ട് നീക്കാൻ ഒരു 5 ദിവസത്തിനുള്ളിലായിട്ട് നീക്കും. അതിനുശേഷം ഒരു 5 ദിവസത്തിനുള്ളിൽ ഇത് പൂർണ്ണമായിട്ടും ഇത് ലെവലാക്കി വെക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡിൽ മാത്രമാണ് ഇത് ലിഫ്റ്റ് ചെയ്ത് ലെവലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടെമ്പററി ആയിട്ടുള്ള ഒരു ബേസ്മെൻറ്റ് അവർ സെറ്റാക്കിയിട്ടുള്ളത് കേട്ടോ. കോൺക്രീറ്റ് കമ്പിയൊക്കെ കൊടുത്ത് നല്ല സെറ്റാക്കിയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. പിന്നീട് ഓപ്പോസിറ്റ് ഭാഗത്തും വർക്കുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ഈ ഒരു എന്താ പറയുക റെയിൽവേ അതോറിറ്റിയുടെ ആളുകൾ വന്നിട്ട് ഇത് ഇൻസ്പെക്ട് ചെയ്യും. ഇത് പെർഫെക്റ്റ് ആണെന്ന് അവർ ഉറപ്പ് വരുത്തി സൈൻ ചെയ്തതിന് ശേഷമായിരിക്കും ഇത് ലിഫ്റ്റിങ്ങിൻ്റെ പരിപാടിയൊക്കെ തന്നെ ഇതാക്കട്ടോ. എൻ്റെയൊക്കെ വിചാരം ഒരു 5-6 ക്രെയിനൊക്കെ വന്ന് ഒരു ദിവസം കൊണ്ട് പെടാപ്പെട്ട പരിപാടികളൊക്കെ കഴിക്കുന്നതാണ്. സംഗതി അങ്ങനെയല്ല, അത്യാവശ്യം ടൈം എടുത്തിട്ടേ ഇത് വെക്കുള്ളൂ എന്നുള്ളത് പാക്കേജ് 2-ലെ വെങ്കിട്ട് സാർ പറഞ്ഞതാണ്, ഞാൻ പറയുന്നതല്ല. ഇതിൻ്റെ മെയിൻ ഹെഡ്, ഈ പാക്കേജിൻ്റെ മെയിൻ ഹെഡ് ഓഫീസർ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീഡിയോൻ്റെ ഇടയിൽ പൊങ്കാല ഇടാൻ വരേണ്ട. അതിനാണ് ഇത്തരത്തിൽ ബേസ് ചെയ്തെന്ന് പറയുന്നത്. ഞാൻ ഒരുപാടായി ഞാൻ ഇവിടെ വന്നിട്ടപ്പോൾ പണിക്കാരോട് ചോദിച്ചപ്പോൾ അവർക്ക് വലിയൊരു ഐഡിയ ഇല്ല. പണിയെടുക്കുന്നുണ്ട്, എന്തിനാണെന്നുള്ള ഐഡിയ ഉണ്ടായിരുന്നില്ല. എൻ്റെ ചോദ്യത്തിൻ്റെ കുഴപ്പമാണോ അവരുടെ ഉത്തരം കേട്ടോടത്തുള്ള എൻ്റെ കുഴപ്പമാണോ എന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഇതിൻ്റെ പണികളൊക്കെ തന്നെ ഏതാണ്ട് ഇതിപ്പോൾ അവരുടെ പെർമിഷനോട് കൂടിയിട്ടാണ് ഇത്തരത്തിൽ അസംബ്ലി ചെയ്യുന്നത്. ഇനി അവരുടെ പെർമിഷൻ കിട്ടിയിട്ടാണ് ഈ ഒരു സാധനം ലിഫ്റ്റിങ് ചെയ്യാൻ. അത് ആദ്യം അവർ വന്ന് ഇൻസ്പെക്ട് ചെയ്യണം. ഇൻസ്പെക്ട് ചെയ്തതിന് ശേഷം മാത്രമേ അവർ ലിഫ്റ്റിങ് തുടങ്ങത്തുള്ളൂ കേട്ടോ. നിലവിലത്തെ പാലത്തിൻ്റെ ഈ ഒരു കൈവരികളൊക്കെ തന്നെ പൂർണ്ണമായിട്ടും പൊളിച്ച് പുതിയ ക്രാഷ് ബാരിയറുകൾ നിർമ്മിച്ച് നിലവിലുള്ള ഇതിൻ്റെ ഗ്യാപ്പിൽ വരുന്ന നമ്മുടെ ഒരു എക്സ്പാൻഷൻ ജോയിൻ്റൊക്കെ തന്നെ പഴയത് എടുത്ത് മാറ്റി ഇത് എക്സ്പാൻഷൻ ജോയിൻ്റൊക്കെ തന്നെ വെക്കുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് 4 സ്പാനിനിടയിൽ കോൺക്രീറ്റിംഗ് പൂർണ്ണമായും കഴിഞ്ഞിരിക്കുന്നു. ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണം മാത്രമാണ്, കോൺക്രീറ്റിംഗ് മാത്രമാണ് ഇനി കഴിയാനുള്ളത്. സ്റ്റീൽ ബൈൻഡിങ് ഒക്കെ തന്നെ പൂർണ്ണമായും കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും ആക്റ്റീവായിട്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഏതാണ്ട് 1 കൊല്ലത്തിന് ശേഷമാണ് ഇങ്ങനെ നമ്മളൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്.